എടുത്തു കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികളെല്ലാവർക്കും വീണ്ടും ഒരു ഗൂഗിൾ മീറ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇപ്പോൾ പുതിയതായിട്ട് ആരോ ഒരാൾ കയറിയല്ലോ. ആരാ കയറിയത്? അൽകേഷ് ആണോ? ഒരു പേര് കണ്ടേതാ ചോദിക്കണേ? അറ്റൻഡൻസ് പറയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കണേ. അൽകേഷ് ഏതിലാണ്? ഹലോ, അൽകേഷ് BCBFിലാണോ അതോ FHWയിലാണോ? ഹലോ, അൽകേഷ് CAPയിലല്ലേ? CAPയിലോ FEയിലോ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ കഴിഞ്ഞ ദിവസേ എവിടം വരെയാ ക്വസ്റ്റ്യൻസ് ആൻസർ എഴുതിയത്? നമ്മുടെ ഗാന്ധിജിയുടെ പാഠത്തിൻ്റെ ഓക്കെ, വാട്ട് വാസ് ദ ഇമ്പാക്ട് ഓഫ് ദ ഫസ്റ്റ് വേൾഡ് വാർ നമ്മൾ എഴുതി. ശരി, നമുക്കിനി അത് രണ്ട് ചോദ്യോത്തരങ്ങളാണ് നമ്മൾ എഴുതിയത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം എഴുതാം. ഓക്കെ, അടുത്ത ചോദ്യം എഴുതല്ലേ? ഓക്കെ, നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ എഴുതാം. What does Nehru mean? What does Nehru mean by inverted comma and then Gandhi came? ക്വസ്റ്റ്യൻ എഴുതിയോ? ഓക്കെ, നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. What does Nehru mean by and then Gandhi came? ഞാൻ മെല്ലെ പറയാം, നിങ്ങൾ ശ്രദ്ധിക്കുക. കുറേ വിദ്യാർത്ഥികൾ എഴുതി, എന്നാലും സാർ ഒരിക്കൽ കൂടി നിർത്തി പറയാം. What does, കേൾക്കാമോ? What does Nehru mean by and then Gandhi came? എഴുതിയോ? ഷഹബാസ് എഴുതിയോ? എഴുതി കഴിഞ്ഞു? ഈ പാഠം നമ്മൾ ആ സമയത്ത് ഷഹബാസ് കയറിയില്ലായിരുന്നോ? നമ്മൾ 2 ചോദ്യങ്ങളടക്കം എഴുതി കഴിഞ്ഞു. അതിനു മുൻപ് സാർ ആ പാഠം മുഴുവൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അത് ആ സമയത്ത് ഷഹബാസ് വന്നിട്ടുണ്ടായിരുന്നില്ല. കുഴപ്പമില്ല, ഈ ചോദ്യോത്തരങ്ങൾ നമ്മൾ പഠിച്ചെടുക്കുന്നതോടുകൂടി പാഠത്തെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവും കേട്ടോ ഷഹബാസ്. ഓക്കെ, ഷഹബാസ് ശ്രദ്ധിച്ചോ? ഹലോ, ഓക്കെ. അപ്പോൾ ഷഹബാസ് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി നമ്മൾ പഠിക്കുമ്പോൾ ഷഹബാസിൻ്റെ ഒരു ഐഡിയ കിട്ടും കേട്ടോ. ക്ലാസ്സിൽ ഇനി മുടങ്ങരുത് കേട്ടാ. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ചോദ്യം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് വാട്ട് ഡസ് നെഹ്റു മീൻ ബൈ ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന വാചകം കൊണ്ട് നെഹ്റു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ആ വാചകം ആൻഡ് ദെൻ ഗാന്ധി കെയിം, അങ്ങനെ ഗാന്ധിജി വന്നു എന്നാണ് ആ വാചകം അർത്ഥമാകുന്നത്. അപ്പോൾ ശരിക്കും നമുക്കറിയാം നെഹ്റു ഉദ്ദേശിച്ചത് ഇന്ത്യ വളരെയധികം സപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത്, ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ കീഴിൽ വളരെയധികം സപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന സമയത്ത്, വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഗാന്ധിജി വന്നു. ഇന്ത്യക്ക് ഇരുളിൽ ഒരു വെളിച്ചം പോലെയായിരുന്നു ഗാന്ധിജിയുടെ വരവ് എന്നതാണ് ആ വാചകം കൊണ്ട് ഉദ്ദേശിച്ചത് നമുക്കറിയാം. അപ്പോൾ അത് നമുക്ക് ഇംഗ്ലീഷിൽ ഉത്തരമാക്കിയിട്ട് എഴുതാം. പ്രിയ വിദ്യാർത്ഥികൾ എല്ലാവരും എഴുതിക്കോളൂ. സാർ ആ ഉത്തരം വായിക്കാം. ഇതിൻ്റെ ഇടയിൽ ആരും ലെഫ്റ്റ് ചെയ്ത് പോകരുത് കേട്ടോ. ലെഫ്റ്റ് ചെയ്ത് പോയാൽ നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടില്ല. ഓക്കെ, നമുക്ക് ആ ഉത്തരം നോക്കാം. ദ ഇന്ത്യൻസ് വേർ, ഉത്തരമാണ് എഴുതണേ കേട്ടോ. ഉത്തരം എഴുതിക്കോളൂ. ദ ഇന്ത്യൻസ് വേർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് ഡാർക്ക്നെസ്. അവിടെ വരെ എഴുതിയാ? ഓക്കെ, darkness because of their hopelessness,
because of their hopelessness. Because of their hopelessness. Because of their hopelessness. And they had no one and they had no one to guide them. No one to guide them. And they had no one to guide them. എഴുതി കഴിഞ്ഞാ? ഓക്കെ. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്കാർ വളരെയധികം ഇരുട്ടിലായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭരണത്തിൽ ആയിരുന്നപ്പോൾ ആരും അവരെ നേതൃത്വ സ്ഥാനത്ത് നിന്നും നയിക്കാനും ഉണ്ടായിരുന്നില്ല എന്നാണ് ആ വാചകം സൂചിപ്പിക്കുന്നത്. അടുത്ത വരി നമുക്ക് നോക്കാം. ഇറ്റ് വാസ് അടുത്ത വരിയാണ് കേട്ടോ. ഇറ്റ് വാസ് at this point. It was at this point. It was at this point. ഒരിക്കൽ കൂടി പറയാം. It was at this point. എഴുതിയാ? Okay. It was at this point that Gandhi came into their lives. അത് പറയണ. Came into their lives. എഴുതിയാ? അവിടെ വരെ എഴുതിയാ? ഒന്നുകൂടി പറയണം. ആ സെന്റൻസിന്റെ തുടക്കം തൊട്ട് ഒന്നുകൂടി പറയാം. എഴുതാത്തവരെ എഴുതിയെടുത്തോളൂ കേട്ടോ. It was at this point that Gandhi came into their lives. ഇവിടെ വരെ എഴുതിയില്ലേ? Okay. And gave them hope. And showed them ഒരിക്കൽ കൂടി പറയാം, ശ്രദ്ധിക്കുക. ഇൻ ടു ദെയർ ലൈഫ്സ് കഴിഞ്ഞിട്ട് ആൻഡ് ഗേവ് ദം ഹോപ്പ്. എഴുതിയോ? ഷഫീഖ് എഴുതിയോ? ഓക്കെ. ആൻഡ് ഗേവ് ദം ഹോപ്പ് ആൻഡ് ഷോഡ് ദം showed them a way out of the darkness. എഴുതിയോ പ്രിയ വിദ്യാർത്ഥികൾ? എഴുതിയോ? ഓക്കെ. സാറ് പറയണ അർത്ഥം ശ്രദ്ധിച്ചോട്ടാ. അതായത് സാറ് തുടക്കത്തിലെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ ഉത്തരത്തിനുള്ള മലയാള തർജ്ജമ പറഞ്ഞല്ലോ, അത് തന്നെയാണ് ഇംഗ്ലീഷിൽ ഇപ്പോൾ നമ്മൾ എഴുതിയത്. അതായത് ഇന്ത്യൻ ജനത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഇരുളു നിറഞ്ഞ ഭരണത്തിന് കീഴിലായിരിക്കുമ്പോൾ ഗാന്ധിജി വരികയും അവരെ നയിക്കുകയും ചെയ്തു. ഇരുളിൽ വെളിച്ചം എന്ന പോലെയായിരുന്നു ഗാന്ധിജി വന്നത്. ഗാന്ധിജി വന്ന ആ വരവോടുകൂടി ഇന്ത്യൻ ജനതയ്ക്ക് ഹോപ്പ് ഉണ്ടാകാൻ തുടങ്ങി. അതുവരെ ഹോപ്പ് ഉണ്ടായിരുന്നില്ല, അവർ ഹെൽപ്ലെസ് ആയിരുന്നു. ഹോപ്പ് എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ, ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ സഹായം ഉണ്ടായിരുന്നില്ല, ഹോപ്പ് ഉണ്ടായിരുന്നില്ല. വളരെയധികം വിഷമത്തിലായിരുന്നു അവരെ. പക്ഷെ ഗാന്ധിജി വന്നതിന് ശേഷം അവർക്ക് ഹോപ്പും ഹെൽപ്പും കിട്ടി. ഇതാണ് നമ്മൾ അവിടെ ആ വാചകം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഏത് വാചകം കൊണ്ട്? ക്വസ്റ്റ്യനിൽ ചോദ്യം ഉണ്ടല്ലോ, ക്വസ്റ്റ്യനിലൊരു വാചകം ഉണ്ടല്ലോ, വാട്ട് ഡസ് നെഹ്റു മീൻ ബൈ ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന വാചകം. ആ വാചകം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതാണ്. മനസ്സിലായല്ലോ? ഹലോ. ഓക്കെ. നമുക്കിനി അടുത്ത ചോദ്യം എഴുതിയെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, എല്ലാവരും എഴുതിയെടുത്തോളൂ. What was the essence
what was the essence of Gandhiji's teaching? What was the essence of Gandhiji's teaching? What was the essence of Gandhiji's teaching? ഒരിക്കൽ കൂടി ആവർത്തിക്കാം. What was the essence of Gandhiji's teaching? എഴുതിയോ? ഓക്കെ. ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗാന്ധിജി പഠിപ്പിച്ച കാര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? എസൻസ് എന്ന് വെച്ചാൽ പരമപ്രധാനമായ എന്നാണ് അർത്ഥം വരുന്നത്. അതിൻ്റെ കോർ എന്ന് പറയും, അല്ലെങ്കിൽ പരമപ്രധാനമായ. അപ്പോൾ ഗാന്ധിജി ജനങ്ങളെ പഠിപ്പിച്ചതിൻ്റെ പരമപ്രധാനമായ കാര്യം എന്താണെന്നാണ്. ഏറ്റവും പരമപ്രധാനമായ കാര്യം ഗാന്ധിജി ഇന്ത്യൻ ജനതയ്ക്ക് പഠിപ്പിച്ചത് 2 കാര്യങ്ങളാണ്. ബേസിക്കലി ഫിയർലെസ്നെസ്സും സത്യവും. അതായത് ഭയമില്ലായ്മയും അതുപോലെ തന്നെ സത്യം പാലിക്കുക എന്നുള്ളതാണ് 2 കാര്യങ്ങൾ ഗാന്ധിജിയെ പഠിപ്പിച്ചത്. സത്യം പാലിക്കുന്നവർക്ക് ഭയത്തിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് ഗാന്ധിജി പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉത്തരം എഴുതിയെടുക്കാം. The essence of Gandhiji's teaching was fearlessness and truth. ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം, ശ്രദ്ധിച്ചോളൂ. The essence of Gandhiji's teaching was fearlessness. ഒരിക്കൽ കൂടി സാർ ആ സ്പെല്ലിങ് പറഞ്ഞുതരാം കേട്ടോ. ഫിയർലെസ്നെസ്സിൻ്റെ സ്പെല്ലിങ് പറഞ്ഞുതരാം. FEARLESSNESS. ഫിയർലെസ്നെസ് എന്ന് വെച്ചാൽ ഭയമില്ലായ്മ എന്നാണ് അർത്ഥം വരുന്നത്. ഫിയർലെസ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയമില്ലായ്മ എന്നാണ് അർത്ഥം വരുന്നത്. ഫിയർലെസ്നെസ്സിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത് എന്ന് വെച്ചാൽ സത്യം. ആൻഡ് ട്രൂത്ത്. ആദ്യത്തെ സെന്റൻസ് എഴുതിയോ? ഓക്കെ. ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. ആ സെന്റൻസ് ഒരിക്കൽ കൂടി സാർ ആവർത്തിക്കാട്ടോ. ആരെങ്കിലും എഴുതാൻ ബാക്കിയുണ്ടെങ്കിൽ അവരും കൂടി എഴുതിക്കോട്ടെ എന്ന് വെച്ചിട്ടാട്ടോ. അലൻ കേട്ടോ? ഹലോ. ഓക്കെ. സാറാവാ ഒരിക്കൽ കൂടി പറയാം. ദ എസെൻസ് ഓഫ് ഗാന്ധിജീസ് ടീച്ചിങ് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. അവിടെ വരെ എഴുതിയില്ലോ? എല്ലാവരും എഴുതിയില്ലോ? ഓക്കെ സ്റ്റുഡൻസ്. അപ്പം നമുക്ക് അടുത്ത വാചകം എഴുതാം. He wanted all actions to be controlled. By these values. ഒരിക്കൽ കൂടി പറയാം. He wanted all actions to be controlled by these values so as to ഒരു മിനിറ്റ് കേട്ടാ. ഒരാള് അറ്റൻഡൻസ് വന്നിട്ടുണ്ട്, അത് സാർ നോക്കണത്. അഭിനന്ദ് ഇപ്പൊ കയറിയതാണോ? അഭിനന്ദ്, അപ്പൊ അറ്റൻഡൻസ് പറയണ്ടേ? ഓക്കെ. കയറിയ വശം പേര് പറഞ്ഞ അറ്റൻഡൻസും ബാച്ചും പറഞ്ഞോളൂട്ടാ, അല്ലെങ്കിൽ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അഭിനന്ദ് ഇപ്പൊ മാർക്ക് ചെയ്തു. BCBF അല്ലേ? ഓക്കെ. ഇനി നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. സാറാ രണ്ടാമത്തെ വരി ഒരിക്കൽ കൂടി ആവർത്തിക്കാം. പ്രിയ വിദ്യാർത്ഥികൾ ഒന്ന് ശ്രദ്ധിക്കുക. He wanted all actions
to be controlled by these values so as to help the common people. So as to help the common people. അവിടെ വരെ എഴുതിയോ? ഹലോ, രണ്ടാമത്തെ സെന്റൻസ് കംപ്ലീറ്റ് ആയോ? ഓക്കെ, എഴുതി. ഇനി ആരെങ്കിലും എഴുതാത്തവരുണ്ടെങ്കിൽ സാർ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ഹി വോണ്ടഡ്, രണ്ടാമത്തെ സെന്റൻസ് ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ആരെങ്കിലും എഴുതാണ്ടിരുന്നുണ്ടെങ്കിൽ അവർക്ക് കൂടി ഹെൽപ്പ് ആവാൻ വേണ്ടിയിട്ടേ. ഹി വോണ്ടഡ് ഓൾ ആക്ഷൻസ് ടു ബി കൺട്രോൾഡ് ബൈ ദീസ് വാല്യൂസ് സോ ആസ് ടു ഹെൽപ്പ് ദ കോമൺ പീപ്പിൾ. അപ്പോൾ രണ്ടാമത്തെ സെന്റൻസ് കഴിഞ്ഞു. ഇതിനിടയിലേ ഒരാളും കൂടിയും അറ്റൻഡൻസ് ഞാൻ എനിക്കിതിൽ രജിസ്റ്റർ കണ്ടു. ശ്രേയ ഇപ്പൊ കയറിയതാണോ? ഇപ്പോ ക്ലാസ്സിൽ കയറിയതാണോ? പറയാം. ഒരു മിനിറ്റ്. ശ്രേയ ഇപ്പൊ കയറിയതാണോ? ഏത് ബാച്ച് ഏതാ? ക്യാപ്പില് ഇന്ന് ക്ലാസ് ഇല്ലല്ലോ. ക്യാപ്പും ഒ എഫ് ഇയും ഉള്ള ടൈം ടേബിൾ ഞാൻ ആ ഗ്രൂപ്പിൽ ഇട്ടില്ലേ? നമ്മുടെ ചൊവ്വാഴ്ച, വ്യാഴാഴ്ച, അതേപോലെ തന്നെ ശനിയാഴ്ചയാണ് ക്യാപ്പിനുള്ളത്. തിങ്കളാഴ്ച, ബുധനാഴ്ച, വെള്ളിയാഴ്ചയാണ് FHW BCBFനുള്ളത്. കേട്ടോ ശ്രേയ? കേട്ടോ? ഹലോ, ഓക്കെ. ഇനിയിപ്പോൾ ആരോ എന്നോടൊരു സംശയം ചോദിച്ചല്ലോ. ആ സെന്റൻസ് ഒരിക്കൽ കൂടി പറയാം. ഞാൻ ആ സംശയം ഒന്നുകൂടി പറഞ്ഞുതരാം. കോമൺ പീപ്പിൾ തൊട്ട് ഒന്നുകൂടി പറയാനാണോ? കോമൺ പീപ്പിൾ എവിടെ തൊട്ട് സാറാ സെന്റൻസ് ഒരിക്കൽ? സോ ആസ് ടു. ഓക്കെ, സോ ആസ് ടു. പറയാം. ആദ്യം ഞാൻ സോ ആസ് ടു തൊട്ടിട്ട് പറയട്ടെ. സോ ആസ് ടു ഹെൽപ്പ് ദ കോമൺ പീപ്പിൾ. അവിടെ വരെ എഴുതിയാ? അല്ലെന്നെ എഴുതിയാ? സോ ആസ് ടു ഹെൽപ്പ് ദ കോമൺ പീപ്പിൾ. എന്നിട്ട് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടുക കേട്ടോ. എന്നിട്ട് നമുക്ക് അടുത്ത വരി എഴുതാം. He also said that. He also said that. He also said that. He also said that people should not be. He also said that people should not be exploited. 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 Exploited. Commented. Especially. ഇവിടെ വരെ എഴുതിയോ? എസ്പെഷ്യലിയുടെ സ്പെല്ലിംഗ് പറഞ്ഞുതരാം. ESPECIALLY. എസ്പെഷ്യലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകമായും. ഒരിക്കൽ കൂടി പറയാം. ESPECIALLY. എസ്പെഷ്യലി എഴുതിയോ? എസ്പെഷ്യലി എന്ന വാക്കിന്റെ അർത്ഥം പ്രത്യേകമായും എന്നാണ് അർത്ഥം വരുന്നത്. ശ്രദ്ധിച്ചോ? പ്രത്യേകമായും എന്നാണ് എസ്പെഷ്യലി എന്ന വാക്കിന്റെ അർത്ഥം വരുന്നത്. ഓക്കെ, അതിന് തുടർച്ചയായിട്ട് സാർ പറയട്ടെ. എസ്പെഷ്യലി ദ പെസൻസ് ആൻഡ് ദ വർക്കേഴ്സ്. പെസൻസ് ആൻഡ് ദ വർക്കേഴ്സ്. ഒരിക്കൽ കൂടി പറയാം. എസ്പെഷ്യലി ദ പെസൻസ് ആൻഡ് ദ വർക്കേഴ്സ്. പെസൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം തൊഴിലാളികൾ എന്നാണ്. പെസൻസ് എന്ന വാക്കിൻ്റെ സ്പെല്ലിംഗ് PEASANTS. പെസൻസ് എഴുതിയോ? പെസൻസ് ആൻഡ് ദ വർക്കേഴ്സ്. തൊഴിലാളികൾ തന്നെയാണ് വർക്കേഴ്സ് എന്ന അർത്ഥം വരുന്നത്. പെസൻസ് ആൻഡ് ദ വർക്കേഴ്സ്. കോമ ഇട്ടിട്ട് as this resulted in poverty. As this resulted in poverty
and misery, as this resulted in poverty and misery. Poverty spelling POVERTY എന്നാണ് കേട്ടോ. POVERTY. പോവർട്ടി എന്ന വാക്കിൻ്റെ അർത്ഥം സാർ ആദ്യത്തെ ക്ലാസ്സിലേ പറഞ്ഞു തന്നിട്ടുണ്ട്. പോവർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യം എന്നാണ്. മിസറി എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടെന്നാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഗാന്ധിജിയുടെ പരമപ്രധാനമായ പഠിപ്പിക്കൽ എന്തായിരുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് നമ്മളിപ്പോൾ എഴുതിയത്. ഗാന്ധിജി ജനത്തെ പഠിപ്പിച്ചത് ഭയമില്ലാതിരിക്കുവാനും അതുപോലെ സത്യസന്ധത മെയിൻറ്റെയിൻ ചെയ്യുവാനുമാണ്. സത്യസന്ധത കാത്തുപാലിക്കുവാനാണ് ഗാന്ധിജി പഠിപ്പിച്ചത്. ഗാന്ധിജിക്ക് തൻ്റെ ആക്ഷൻസ് എല്ലാം ഈ മൂല്യങ്ങളാൽ നിയന്ത്രിക്കപ്പെടണം എന്ന നിർബന്ധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൻ്റെ ജനങ്ങളുടെ ആക്ഷൻസും പ്രവർത്തികളും ഈ മൂല്യങ്ങളാൽ നിയന്ത്രിക്കപ്പെടണമെന്ന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ ഗാന്ധിജി എപ്പോഴും പറഞ്ഞു, ബ്രിട്ടീഷ് ഭരണം ഒരിക്കലും ജനങ്ങളെ ചൂഷണം ചെയ്യാൻ ഇടവരരുത്. പ്രത്യേകിച്ച് പാടത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളും മറ്റു ജോലികൾ ചെയ്യുന്ന തൊഴിലാളികളും ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ചൂഷണത്തിന് വിധേയരാകരുത്. അങ്ങനെ വിധേയരായാൽ അവർ ദാരിദ്ര്യത്തിലേക്കും കഠിന ക്ലേശങ്ങളിലേക്കും പോകാൻ ഇടയാകും എന്ന് ഗാന്ധിജി പറഞ്ഞു പഠിപ്പിച്ചു. ഗാന്ധിജി ആദ്യം പറഞ്ഞ കാര്യം, ഒരിക്കലും ഭയമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സത്യസന്ധത മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടുള്ള ഒരു ഭയം ഇന്ത്യൻ ജനതയ്ക്ക് പാടില്ല. അവരെപ്പോഴും ഒരു തരത്തിലും ഭയമില്ലാത്ത അവസ്ഥ അവർക്ക് ഉണ്ടായിരിക്കണമെന്നാണ്. എപ്പോഴും ബ്രിട്ടീഷ് ജനം നോക്കിയിരുന്നത് ഇന്ത്യൻ ജനത്തെ ഭയപ്പെടുത്തി ഭരിക്കുവാനാണ്. ഭയപ്പെടുത്തി ഭരിക്കുക, അതുപോലെ തന്നെ വിഭജിച്ച് ഭരിക്കുക എന്നുള്ള രീതിയാണ് ബ്രിട്ടീഷ് ജനം പാലിച്ചിരുന്നത്. അപ്പോൾ ഗാന്ധിജി നമുക്ക് പഠിപ്പിച്ചു തന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യം എന്ന് വെച്ചാൽ ഭയമില്ലാതെ സത്യസന്ധമായിട്ട് ജീവിക്കാനാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ ആ ചോദ്യത്തിനുള്ള ഉത്തരം മനസ്സിലായല്ലോ? ഹലോ, ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യം എഴുതിയെടുക്കാം. ഓക്കെ, അടുത്ത ഒരു ചോദ്യം എഴുതിയെടുക്കാം. What did Gandhiji exhort spelling സാർ പറഞ്ഞു തരാം. EXHORT exhort the people to do. ഒരിക്കൽ കൂടി പറയാം ആ സെന്റൻസ്, ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം. What did Gandhiji exhort the people to do? എന്താണ് ഗാന്ധിജി ജനത്തോട് ആവശ്യപ്പെട്ടത്? എക്സോർട്ട് എന്ന് വെച്ചാൽ ആവശ്യപ്പെടുക. എന്താണ് ഗാന്ധിജി ജനത്തോട് ആവശ്യപ്പെട്ടത് എന്നാണ് ചോദ്യം. നമുക്ക് ഉത്തരം അറിയാം. എന്താ ഗാന്ധിജി ജനത്തോട് ആവശ്യപ്പെട്ടത്? ഭയപ്പെടണ്ട എന്നാണ് ഗാന്ധിജി ജനത്തോട് ആവശ്യപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. ഗാന്ധിജി, ഉത്തരമാണ് എഴുതണം കേട്ടോ. എഴുതല്ലേ? ഉത്തരം എഴുതല്ലേ? ഹലോ, ഓക്കെ, നമുക്ക് ഉത്തരം എഴുതിയെടുക്കാം. ഗാന്ധിജി exhorted the people not to be Gandhiji exhorted the people not to be afraid. Gandhiji exhorted the people not to be afraid. എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടിരിക്കുക. നോട്ട് ടു ബി അഫ്രൈഡ് എന്ന് പറഞ്ഞാൽ ഭയപ്പെടാതിരിക്കുക, പേടിക്കാതിരിക്കുക. നോട്ട് ടു ബി അഫ്രൈഡ്. അവിടെ വരെ എഴുതിയോ? ഹലോ, ഓക്കെ, നമുക്ക് അടുത്ത വരി എഴുതാം. The British ruled ruled എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭരിച്ചു. ruled എന്ന് വെച്ചാൽ ഭരിച്ചു. The British ruled India by putting fear into
people, by putting fear into people, by putting fear into people. എന്നിട്ട് ഒരു ഹൈഫൺ ഇടുക, എന്നിട്ട് ഇങ്ങനെ എഴുതൂ ഫിയർ ഓഫ് ദി ആർമി, ഫിയർ ഓഫ് ദി ആർമി, ഫിയർ ഓഫ് ദി ആർമി, ഫിയർ ഓഫ് ദി. അടുത്ത സെന്റൻസ് ആണ്. അടുത്ത സെന്റൻസ് ഓരോ ഭയങ്ങളാണ് നമ്മൾ എഴുതുന്നത്. ആദ്യത്തെ ഭയം ഇന്ത്യൻ ജനതയുടെ മനസ്സിലേക്ക് ഇട്ടത് ഫിയർ ഓഫ് ദി ആർമി, ഫിയർ FEAROF കഴിഞ്ഞ് THE ഓഫ് ദ ആർമി, ഫിയർ ഓഫ് ദ ആർമി എഴുതിയാ? ഫിയർ ഓഫ് ദ ആർമി എന്ന് എഴുതിയോ? ഓക്കെ. അത് കഴിഞ്ഞ് കോമ ഇട്ടിട്ട് ദ പോലീസ്, ദ പോലീസ്, പോലീസിനെ കുറിച്ചുള്ള ഭയം എന്നാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്, ദ പോലീസ്. അത് കഴിഞ്ഞ് കോമ ഇട്ടിട്ട് ദ സീക്രട്ട് സർവീസ്, ദ സീക്രട്ട് സർവീസ്. സീക്രട്ട് സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രഹസ്യാന്വേഷണ സംഘടനകൾ, ഒരുപാട് രഹസ്യാന്വേഷണ സംഘടനകളില്ലേ, CBI, FBI. CBI ഇന്ത്യൻ ബേസ്ഡ് ആണ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻ്റലിജൻസ്. മറ്റേത് ഇൻ്റർനാഷണൽ പോലീസിംഗ് ആയിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിയാണ് FBI, ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എന്നാണ് അതിൻ്റെ പേര്. അതൊന്നും എഴുതണ്ട. നമ്മളിപ്പോൾ എഴുതിയിട്ടുള്ളത് സീക്രട്ട് സർവീസ് വരെയല്ല എഴുതിയിട്ടുള്ളത്. സീക്രട്ട് സർവീസിൻ്റെ ഒരു ഏജൻസികൾക്ക് ഉദാഹരണമാണ് സാറ് പറഞ്ഞു തന്നത് കേട്ടോ. ഇത്തരം സീക്രട്ട് സർവീസുകളെ ഭയപ്പെടാനാണ് ഇന്ത്യൻ ജനതയെ ബ്രിട്ടീഷ് ഭരണം പ്രേരിപ്പിച്ചതെന്ന്. ദ സീക്രട്ട് സർവീസ് വരെ എഴുതിയോ? ഓക്കെ. ദ സീക്രട്ട് സർവീസ് അതിന് കോമ ഇട്ടിട്ട് ദ ഒഫീഷ്യൽ ക്ലാസ്, ദ ഒഫീഷ്യൽ ക്ലാസ്, ദ ഒഫീഷ്യൽ ക്ലാസ്, ഒഫീഷ്യൽ ക്ലാസ്. ഒഫീഷ്യൽ ക്ലാസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ഓഫീസുകൾ ഭരിക്കുന്ന വിഭാഗം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒഫീഷ്യൽ ക്ലാസ്, ഒഫീഷ്യൽ ക്ലാസ്, OFFICIAL, ഒഫീഷ്യൽ, ഒഫീഷ്യൽ ക്ലാസ്. കോമ ഇട്ടിട്ട് ലോസ്, LAWS, ലോസ്, LAWS, ലോസ്, LAWS, ലോസ്. കോമ ഇട്ടിട്ട് prison, PRISON. ഹലോ ഹലോ ഹലോ, പ്രിയ വിദ്യാർത്ഥികൾ കേൾക്കാമോ? കേൾക്കാമോ? അതെ, പെട്ടെന്ന് ഇവിടെ റേഞ്ച് കട്ടായതാട്ടാ. അവിടെ റേഞ്ച് കട്ടായ, ഇവിടെ റേഞ്ച് കട്ടായതാട്ടാ. ഓക്കെ. സാർ പെട്ടെന്ന് അത് റേഞ്ച് കട്ടായപ്പോ സാർ പെട്ടെന്ന് വിഷമിച്ചു. എന്നാലും ഇപ്പൊ കണക്ഷൻ കിട്ടിയപ്പോ ഓക്കെ. സാറില്ല, ഇനി ലെഫ്റ്റ് ആവരുതിട്ടാ. അങ്ങനെ റേഞ്ച് കട്ടായാലും ഒരു 5 മിനിറ്റിനുള്ളിൽ നമുക്ക് റേഞ്ച് കിട്ടും. അപ്പൊ തിരിച്ചാ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കയറിയാൽ മതിട്ടാ. ഹലോ, ഓക്കെ. അപ്പോൾ ആരും വിഷമിക്കണ്ട. അപ്പോൾ റേഞ്ച് ക്ലിക്ക് ചെയ്താൽ നമുക്ക് തിരിച്ച് കയറാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ നിർത്തിയത് എവിടെയാ? ലോസ് വരെ അല്ലേ എത്തിയത്? ലോസ് വരെ എഴുതിയില്ലേ? ഒഫീഷ്യൽ ക്ലാസ്. ഒഫീഷ്യൽ ക്ലാസ് എന്ന് വെച്ചാൽ ഭരിക്കുന്ന, നമ്മുടെ ഓഫീസുകൾ ഭരിക്കുന്ന വിഭാഗം എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി അതിന് കഴിഞ്ഞ ശേഷം കോമ ഇട്ടിട്ട് ലോസ്, LAWS, ലോസ്. ലോസ് എഴുതിയ LAWS, ലോസ്, LAWS, ലോസ്. ലോസ് എന്ന് വെച്ചാൽ നിയമങ്ങൾ. ലോസ്, നിയമങ്ങൾ. അത് കഴിഞ്ഞ് കോമ ഇട്ടിട്ട് പ്രിസൺ, പ്രിസൺ, PRISON, പ്രിസൺ. പ്രിസൺ എന്ന് വെച്ചാൽ ജയിൽ എന്നാണ് അർത്ഥം. പ്രിസൺ, ജയിൽ. ഓക്കെ. PRISON, പ്രിസൺ, പ്രിസൺ. ഓക്കെ, എഴുതിയ പ്രിസൺ. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഭയങ്കര പ്രത്യേകതകളുണ്ട്. പ്രിസൺ PRISON എന്നല്ല, പ്രിസോൺ എന്നല്ല, അതിന് പ്രിസൺ എന്നാണ് പറയുക.
സാധാരണ നമ്മൾ തെറ്റിയിട്ട് അങ്ങനെ വായിക്കും. മാഷ് ഉൾപ്പെടെ തെറ്റി വായിക്കാൻ സാധ്യതയുണ്ട്. പ്രിസൺ PRISON പ്രിസൺ. അതായത് പ്രത്യേക രീതിയിലുള്ള പ്രൊണൗൺസിയേഷനാണ് ഇംഗ്ലീഷിന് ഓരോ വാക്കുകൾക്കുള്ളത്. ഓക്കെ, സാർ പറഞ്ഞത് മനസ്സിലായോ? അതായത് പ്രിസൺ എന്നുള്ള സ്പെല്ലിംഗ് ഇപ്പം നമ്മൾ സാധാരണ PRISON എന്നല്ലേ നമ്മൾ എഴുതുന്നത്, PRISON അല്ലേ? പ്രിസൺ എന്നല്ലേ നമ്മൾ എഴുതുന്നത്. പ്രിസൺ എന്ന് വെച്ചാൽ ജയിൽ എന്നാണ് അർത്ഥം. ഇപ്പം നമ്മൾ പ്രിസൺ എന്ന് പറയുമ്പോൾ PRISEN എന്നാവാനല്ലേ സാധ്യത. പക്ഷെ നമ്മൾ സ്പെല്ലിംഗ് എഴുതുമ്പോൾ PRISON എന്നല്ലേ നമ്മൾ എഴുതണത്, അല്ലേ സാർ? അല്ലേ, ശരിയല്ലേ? അപ്പോൾ അതാണ് സാർ പറഞ്ഞത്. സ്പെല്ലിങ്ങിൻ്റെയും പ്രൊണൗൺസിയേഷനും ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എന്നാണ് സാർ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായെന്ന് സാർ പ്രതീക്ഷിക്കുന്നു. ഇല്ല, പ്രിസൺ തന്നെ പറയാ, പക്ഷേ സ്പെല്ലിങ്ങിൽ ON ആണെന്ന് മാത്രം. ഓക്കെ ഓക്കെ ഇനി നമുക്ക് അടുത്ത വാചകം എഴുതാം. അടുത്ത വാക്ക് എഴുതാം, ലാൻഡ് ലോർഡ്സ് ഏജന്റ്. അടുത്ത വാക്ക് ലാൻഡ് ലോർഡ്സ് ഏജന്റ്. ഒരിക്കൽ കൂടി പറയാം, ലാൻഡ് ലോർഡ്സ് ഏജന്റ്. ലാൻഡ് ലോർഡ് സ്പെല്ലിംഗ് സാറ് പറഞ്ഞു തരാം. LANDLORD *SAGENT. ലാൻഡ് ലോർഡ്സ് ഏജന്റ്. മുകളിൽ അപ്പോസ്ട്രോഫി ഇട്ടിട്ട് വേണം S ഇടുക, അപ്പോസ്ട്രോഫി കോമ ഇട്ടിട്ട് S ഇടണം. അതിൻ്റെ അർത്ഥം എന്താ? ലാൻഡ് ലോർഡ്സ്. ലാൻഡ് ലോർഡ് LORD, ലോർഡ്, ലാൻഡ് ലോർഡ്. ജന്മി എന്നൊക്കെ പറയില്ലേ മലയാളത്തിലെ? ഭൂവുടമ, സ്ഥലമുടമ, അതാണ് ലാൻഡ് ലോർഡ്സ്. ലാൻഡ് ലോർഡ്സ് എന്ന് വെച്ചാൽ ജന്മിയുടെ. S എഴുതണില്ലേ? ലാൻഡ് ലോർഡ് കഴിഞ്ഞ് നമ്മളൊരു S എഴുതില്ലേ? S എഴുതിയാ? ഹലോ S എഴുതുമ്പോൾ അതിൻ്റെ മുകളിലെ ഓക്കെ S എഴുതുമ്പോൾ ഡിയുടെയും എസിൻ്റെയും ഇടയിലെ മുകളിലായിട്ട് നമ്മളൊരു കോമ ഇടണം. കോമട്ടാ ലാൻഡ് ലോർഡ്സ് എന്ന് വരാൻ. കോമട്ടാ ഹലോ ഇട്ടു. അതിൻ്റെ അർത്ഥം എന്താ സൂചിപ്പിക്കണേ? ആ ലാൻഡ് ലോർഡിന്റെ അല്ലെങ്കിൽ ജന്മിയുടെ എന്നാണ് സൂചിപ്പിക്കുന്നത്. മനസ്സിലായോ? അങ്ങനെ ഇടുമ്പോഴേ ആ S. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ സാർ ഒന്നുകൂടി പറയാം, മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ലാൻഡ് ലോർഡ് കഴിഞ്ഞ് മുകളിൽ ഒരു അപ്പോസ്ട്രോഫി ഇട്ട് കോമ ഇട്ടിട്ട് S ഇടുമ്പോൾ, താഴെ ഒരു S ഇടുമ്പോൾ ലാൻഡ് ലോർഡ്സ്, അതായത് ജന്മിയുടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ലാൻഡ് ലോർഡ്സ് ഏജന്റ് എന്ന് വരികയാണ്. ലാൻഡ് ലോർഡ്സ് ഏജന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജന്മിയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ അയാളുടെ ഏജന്റ്, അയാൾക്ക് വേണ്ടി നിൽക്കുന്ന ആൾ, അതാണ് ഉദ്ദേശിക്കുന്നത് ലാൻഡ് ലോർഡ്സ് ഏജന്റ്. എഴുതിയോ? അവിടെ വരെ എഴുതിയില്ലേ? ലാൻഡ് ലോർഡ്സ് ഏജന്റ് വരെ എഴുതിയോ? ഹലോ, ഇനി അടുത്ത് പറയട്ടെ. ഓക്കെ കോമ ഇട്ടിട്ട് മണി ലെൻഡർ. MONEYLENDER മണി ലെൻഡർ. MONEYLENDER മണി ലെൻഡർ. എഴുതിയോ? മണി ലെൻഡർ എന്ന വാക്ക് എഴുതിയോ? മണി ലെൻഡർ എന്ന വാക്കിന്റെ അർത്ഥം ആർക്കെങ്കിലും പറയാവോ? മണി ലെൻഡർ എന്ന വാക്കിന്റെ അർത്ഥം പൈസ കടം കൊടുക്കുന്ന വ്യക്തി. മനസ്സിലായോ? ഹലോ അറിയാത്ത വാക്കുകളുടെ അർത്ഥങ്ങൾ സാറ് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ പെട്ടെന്ന് എഴുതി വെച്ചോ, മലയാളത്തിൽ എഴുതി വെച്ചോ. അപ്പോൾ പിന്നീട് വിദ്യാർത്ഥികൾക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. മണി ലെൻഡർ എന്ന വാക്കിൻ്റെ അർത്ഥം പൈസ കടം കൊടുക്കുന്ന ആള് കേട്ടോ, മണി ലെൻഡർ. അത് കഴിഞ്ഞ് കോമ ഇട്ടിട്ട് അൺഎംപ്ലോയ്മെന്റ്. അൺഎംപ്ലോയ്മെന്റ് സ്പെല്ലിംഗ് സാർ പറഞ്ഞുതരാം. UNEMPLOYMENT. അൺഎംപ്ലോയ്മെന്റ് എഴുതി പറഞ്ഞുതരാം. UNEMPLOYMENT. അൺഎംപ്ലോയ്മെന്റ് ആൻഡ് സ്റ്റാർവേഷൻ. എന്റെ റേഞ്ച് പോകുന്നുണ്ടോ? കേൾക്കാലിയ? ഓക്കെ, ഒന്നുകൂടി പറഞ്ഞുതരാം. അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ സാറ് ഒരു കാര്യം ചെയ്യാം,
നോക്കട്ടെ കേട്ടോ. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ ഓക്കെ, സാർ കുറച്ച് ഈ മൊബൈലിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതാണ്. ഓക്കെ, ഇനി ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അൺഎംപ്ലോയ്മെന്റ് എന്ന് വാക്ക് എഴുതിയോ? അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, അൺഎംപ്ലോയ്മെന്റ്. ഇപ്പൊ കേൾക്കാമല്ലോ? ഇപ്പൊ കേൾക്കാം. അപ്പൊ റേഞ്ച് ഉണ്ടല്ലോ. അൺഎംപ്ലോയ്മെന്റ് ആൻഡ് സ്റ്റാർവേഷൻ. അൺഎംപ്ലോയ്മെന്റ് ആൻഡ് സ്റ്റാർവേഷൻ എഴുതിയ? അൺഎംപ്ലോയ്മെന്റ് ആൻഡ് സ്റ്റാർവേഷൻ. ഓക്കെ, അൺഎംപ്ലോയ്മെന്റ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? തൊഴിലില്ലാത്ത അവസ്ഥ. സ്റ്റാർവേഷൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഭക്ഷണം ലഭിക്കാത്ത അവസ്ഥ. മനസ്സിലായോ? ഫുൾ സ്റ്റോപ്പ് ഇടുക. അത് കഴിഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടുക. അപ്പോൾ ആ സെന്റൻസ് അഥവാ വാചകത്തിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രിട്ടീഷ് ഭരണം ഇന്ത്യയുടെ ജനതയ്ക്ക് പല രീതിയിലുള്ള ഭയങ്ങളാണ് നൽകിയിരുന്നത്. ഭയം കുത്തിവെച്ച്, ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ കുത്തിവെച്ച് ഭരിക്കുകയായിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിന്റെ പോളിസി. അപ്പോൾ അങ്ങനെ പലതരം ഭയങ്ങളാണ് ഇന്ത്യൻ ജനതയ്ക്ക് അവർ കൊടുത്തിരുന്നത്. ആദ്യത്തെ ഭയം ആർമിയെ കുറിച്ച് പേടിക്കുക, അത് പട്ടാളത്തെ കുറിച്ച് പേടിക്കുക. രണ്ടാമത്തെ ഭയം പോലീസിനെ കുറിച്ച് പേടിക്കുക. മൂന്നാമത്തെ ഭയം സീക്രട്ട് സർവീസുകൾ. സാറ് പറഞ്ഞ FBI. അങ്ങനെ FBI ഇന്ത്യയിലല്ല, മറ്റേ സെൻട്രലായിട്ടുള്ള, അതൊരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് ഏജൻസിയാണ്. ഇന്റർനാഷണൽ പല രാജ്യങ്ങളും കൂടിയിട്ടുള്ളൊക്കെ അമേരിക്കയിൽ ബേസ്ഡ് ആണത്. പക്ഷേ ഇന്ത്യയിലുണ്ട് അതുപോലെ തരം ഡിറ്റക്റ്റീവ് ഏജൻസികൾ. അതിന് ഉദാഹരണമാണ് ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞ CBI അങ്ങനെയുള്ള ഒരുപാട്. അത് ഇപ്പോഴാണ്. പക്ഷേ ബ്രിട്ടീഷ് ഭരണകാലത്ത് തത്തുല്യമായ മറ്റ് അന്വേഷണ ഏജൻസികൾ ഉണ്ടായിരുന്നു. അപ്പോൾ അത്തരം ഏജൻസികളെ കുറിച്ച് ഭയം ഇന്ത്യക്കാരിൽ ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഒഫീഷ്യൽ ക്ലാസ്, ഓഫീസുകൾ ഭരിച്ചിരുന്ന ക്ലാസ്സുകളെ കുറിച്ച് ഭയം ഉണ്ടാക്കുക. അങ്ങനെ പല രീതിയിലുള്ള ഭയമാണ് ഇന്ത്യൻ ജനതയ്ക്ക് ബ്രിട്ടീഷ് ഭരണം കൊടുത്തിരുന്നത്. അതുപോലെ തന്നെ ലോസ് എന്ന് വെച്ചാൽ നിയമങ്ങളെ കുറിച്ചൊരു ഭയം ഉണ്ടാക്കുക. അതുപോലെ തന്നെ പ്രിസൺ, ജയിലിനെ കുറിച്ചൊരു ഭയം ഉണ്ടാക്കുക. അതേപോലെ തന്നെ ലാൻഡ് ലോർഡ്സ് ഏജന്റ് സാറ് പറഞ്ഞു തന്നു. ആ പോസ്റ്റ് ഓഫീസിന്റെ കാര്യമൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചുകൂടി അപ്പോൾ ലാൻഡ് ലോർഡ് എന്ന് വെച്ചാൽ നമ്മുടെ ജന്മി അഥവാ ഭൂ ഉടമ. അപ്പോൾ അവർക്ക് വേണ്ടി നിലനിൽക്കുന്ന ഏജന്റുമാരുണ്ട്. ആ ഏജന്റുമാരെ കുറിച്ചൊരു ഭയം ഉണ്ടാക്കുക. പിന്നെ അതുപോലെ തന്നെ മണി ലെൻഡർ, പൈസ കൊടുക്കുന്ന ആളുകളെ കുറിച്ചൊരു ഭയം ഇന്ത്യൻ ജനതയ്ക്ക് ഉണ്ടാക്കുക. പിന്നെ അൺഎംപ്ലോയ്മെന്റ്, തൊഴിലില്ലാത്ത അവസരം വരും എന്ന് പറഞ്ഞ്, തൊഴിലില്ലാത്ത ബുദ്ധിമുട്ട് വരും എന്ന് പറഞ്ഞ് ഭയം ഉണ്ടാക്കുക. സ്റ്റാർവേഷൻ, അങ്ങനെ പട്ടിണി കിടക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുള്ള ഭയം ഇന്ത്യൻ ജനതയുടെ മനസ്സിലേക്ക് കുത്തിവെച്ചിട്ടാണ് ബ്രിട്ടീഷ് ഭരണം നടത്തിയിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സെന്റൻസിന്റെ അർത്ഥം അതാണ്. അപ്പോൾ ഇനി അടുത്ത വരിയും കൂടി എഴുതാം. ഗാന്ധിജി wanted to remove this fear. Gandhiji wanted to remove this fear. എഴുതിയോ? ഗാന്ധിജി ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഗാന്ധിജി wanted to remove this fear. എഴുതിയോ? ഗാന്ധിജി wanted to remove this fear. ഓക്കെ, എഴുതിയോ? ഓക്കെ, ഇനി അതൊന്നുകൂടി പറയണോ? ഓക്കെ. അപ്പൊ ഇന്ന് നമ്മൾ ഇത്ര ചോദ്യങ്ങൾ എഴുതി. അപ്പൊ നിങ്ങൾക്കും ഒരുവിധം എത്ര ചോദ്യങ്ങൾ എഴുതി നമ്മൾ ഇന്ന്? ഹലോ, 5 അപ്പൊ നമുക്ക് ഇന്ന് ഇത് മതി എന്ന് വിചാരിക്കാം അല്ലേ? അപ്പൊ ഈ ചോദ്യങ്ങൾ അടുത്ത ദിവസം ഒന്ന് വായിച്ച് പഠിക്കണം കേട്ടോ. സാറ് ഇടയ്ക്ക് ചോദിക്കൂട്ടോ. അപ്പൊ ചോദിക്കുക. അപ്പൊ സാർ അപ്പൊ റിപ്പോർട്ട് എഴുതൂട്ടോ ഇവിടെ. അത് ശ്രദ്ധിച്ചോളോ. അപ്പൊ നിങ്ങൾ പഠിച്ചോളോട്ടോ. ഹലോ, ഓക്കെ. അപ്പൊ ഇന്നൊക്കെ ഇത് മതി എന്ന് വിചാരിക്കണു അല്ലേ? മതി. ഓക്കെ, എന്നാ ഡിയർ സ്റ്റുഡൻസ് താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. അതുകൂടി കഴിഞ്ഞ് പാഠം കഴിയൂട്ടാ. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഇനി എല്ലാവരും മെല്ലെ ലെഫ്റ്റ് ആയിക്കോളൂ. എല്ലാവരും ലെഫ്റ്റ് ആയതിനു ശേഷം സാറ് ലെഫ്റ്റ് ആക്കാം. താങ്ക് യു സ്റ്റുഡൻസ്. താങ്ക് യു സ്റ്റുഡൻസ്. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്.
വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. വെൽക്കം ഡിയർ സ്റ്റുഡൻസ്.